ദില്ലി സ്ഫോടനത്തിന്റെ പിന്നാലെ രാജ്യമെമ്പാടും വൈറ്റ് കോളർ ഭീകരതയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി ഒരു പരസ്യ പ്രസ്താവനയുമായി ഒരു ഇസ്ലാമിക മതമേധാവി. മതമൗലികവാദികൾ ആസൂത്രണം ചെയ്ത ഈ ഭീകരാക്രമണത്തിനെ അപലപിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം പ്രസ്താവന ഇറക്കിയത് എന്നാണ് കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ജമയത്തുൽ ഉലമ ഇ ഹിന്ദ് അധ്യക്ഷൻ മൗലാന മഹ്മൂദ് മദനി തന്റെ പരാമർശങ്ങളിലൂടെ സമീപകാലത്തെ ഏറ്റവും വലിയ വർഗീയ മതഭീകരവാദ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. അടിച്ചമർത്തൽ ഉണ്ടെങ്കിൽ ജിഹാദും ഉണ്ടാകും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ കോടതിയും സർക്കാരും തുരങ്കം വയ്ക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വർഗീയ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ബാബരി മസ്ജിദ് വിധി, മുത്തലാഖ് വിധി ഉൾപ്പെടെയുള്ള സമീപകാല കോടതി വിധികളെ മദനി രൂക്ഷമായി വിമർശിച്ചു. സമീപ വർഷങ്ങളിലെ ഇത്തരം നിരവധി വിധികൾ ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ പരസ്യമായി ലംഘിച്ചു എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. സുപ്രീം കോടതിയുടെ വിശ്വാസ്യതയെ പോലും അദ്ദേഹം ചോദ്യം ചെയ്തു. ഭരണഘടന അവിടെ സംരക്ഷിക്കപ്പെടുന്നിടത്തോളം കാലം മാത്രമേ പരമോന്നത നീതിപീഠം എന്ന പേരിന് സുപ്രീം കോടതിക്ക് അർഹതയുള്ളൂ എന്നൊക്കെ അദ്ദേഹം കടുത്ത ഭാഷയിൽ തുറന്നടിച്ചു. ഇന്ത്യയിലെ 10% ഹിന്ദുക്കൾ മാത്രമേ മുസ്ലിങ്ങളെ പിന്തുണയ്ക്കുന്നുള്ളൂ എന്നും 30% ഹിന്ദുക്കൾ എതിർക്കുന്നുണ്ടെന്നും ബാക്കി 60% ഹിന്ദുക്കൾ നിശബ്ദരായിരിക്കുകയാണെന്നും പറഞ്ഞ മദനി ഈ നിശബ്ദ ഭൂരിപക്ഷത്തെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ മുസ്ലിം സമൂഹത്തിനോട് ആഹ്വാനം ചെയ്തു. ഈ 60% ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്കെതിരായി തിരികുകയാണെന്നുണ്ടെങ്കിൽ രാജ്യത്ത് ഒരു വലിയ അപകടമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. തുടർന്ന് ജിഹാദ് എന്ന പദത്തെ മാധ്യമങ്ങളും സർക്കാരും കൂടി വളച്ചൊടിച്ചതാണെന്നും ഇസ്ലാമിൽ അതിനർത്ഥം അനീതിക്കും അടിച്ചമർത്തലിനുമെതിരായ പോരാട്ടം എന്നാണെന്നും അല്ലാതെ അക്രമമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. തൊട്ടടുത്ത വരിയിൽ അടിച്ചമർത്തൽ നിലനിൽക്കുമ്പോൾ ജിഹാദ് അനിവാര്യമായി തീരും എന്നും മദനി പറഞ്ഞു. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതന്മാരാൽ 1919 സ്ഥാപിതമായ ജമയത്തുൽ ഉലമ ഇ ഹിന്ദ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും സ്വാധീനമുള്ളതുമായിട്ടുള്ള മുസ്ലിം സംഘടനകളിൽ ഒന്നാണ്. മുസ്ലിം സമുദായത്തിന്റെ ക്ഷേമം, വിദ്യാഭ്യാസം, നിയമപരമായ അവകാശങ്ങൾ, മതേതരത്വം ഉറപ്പാക്കൽ, ന്യൂനപക്ഷ സംരക്ഷണം എന്നിവ സംബന്ധിച്ച വിശാലമായ ചർച്ചകളിൽ ഈ സംഘടന ചരിത്രപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. മദനിയുടെ പ്രസംഗം അതൃപ്തി പ്രകടിപ്പിക്കുന്നതിലുപരി ഒരു അപകടകരമായ അതിർവരമ്പ് ലംഘിക്കുകയാണ്. ഇത്തരം പരാമർശങ്ങൾ വർഗീയ ധ്രുവീകരണത്തിന് എണ്ണ ഒഴിക്കുന്നു എന്ന് മാത്രമല്ല ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണത്തിനുള്ള മുസ്ലിം വിഭാഗത്തിന്റെ വിശ്വാസം തന്നെ അത് ഇല്ലാതാക്കുകയും ചെയ്യും. മാത്രമല്ല ഈ പോരാട്ടത്തെയൊക്കെ മതപരമായിട്ട് ബന്ധിപ്പിക്കുന്നത്, പ്രത്യേകിച്ചും ഭരണഘടനാ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട് അത് പറയുമ്പോൾ അതൊരു വിയോജിപ്പോ പ്രതിഷേധമോ അല്ല, അതൊരു കലാപാഹനമായിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയുകയുള്ളൂ. അത് എത്ര മതപരമായ ഭാഷയിൽ പൊതിഞ്ഞാലും അത് ഭീകരാക്രമണത്തിന് വേണ്ടിയുള്ള അലമുറയിടൽ തന്നെയാണ്. ഇന്ത്യ മലയാളം.